എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ DMLT അതായത് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അതുപോലുള്ള വിവിധ കോഴ്സുകളിലേക്കുള്ള അതായത് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടപടികളുടെ ഭാഗമായിട്ടുള്ള PD കോട്ടയിൽ എലിജിബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികളുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം മാത്രമായിരിക്കും, അതായത് ആദ്യം താൽക്കാലിക റാങ്ക് ലിസ്റ്റാണ് വരിക, അതിനുശേഷം മെയിൻ റാങ്ക് ലിസ്റ്റ് വരുന്നതാണ്. അപ്പോൾ ആ ഒരു മെയിൻ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അത് ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു LBSൻ്റെ വെബ്സൈറ്റിൽ വഴി, അതായത് ഈ ഒരു സൈഡ് ഭാഗത്തായിട്ടായിരിക്കും നിങ്ങൾക്ക് റാങ്ക് ഡീറ്റെയിൽസ് വരിക. അതുപോലെ തന്നെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലും ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിക്കും. റാങ്ക് ഡീറ്റെയിൽസ് രണ്ട് തരത്തിലാണ് ഉണ്ടാകുക. ഒന്ന് നിങ്ങളുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റും, രണ്ടാമത്തേത് കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റും ആണ് ഉണ്ടാവുക. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ്. സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുന്ന SM റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്, അതായത് ഇപ്പോൾ നിങ്ങൾ ഈയവ, അതുപോലെ തന്നെ തീയ, അതുപോലെ ബില്ലാവ, അതുപോലെ തന്നെ SC ST, അതുപോലെ തന്നെ OBC അല്ല, OBCയിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അതിൽ ഇത് മുസ്ലിം, അതുപോലെ തന്നെ OEC വിഭാഗം, അതുപോലെ തന്നെ വിവിധ ജാതി വിഭാഗങ്ങൾ എന്നിവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റിസർവ് സീറ്റുകൾ ഉണ്ടാകും. അതായത് 50% സീറ്റ് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് വഴിയും, അതുപോലെ തന്നെ ബാക്കി 50% ഇതേ രീതിയിലുള്ള കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റ് വഴിയുമാണ് ഉണ്ടാവുക. ഓരോ കാറ്റഗറിക്കും ഇത്ര % സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു റിസർവ് ചെയ്ത സീറ്റുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് ആ ഒരു നിങ്ങളുടെ റാങ്കിൻ്റെ, അതായത് ആ ഒരു കാറ്റഗറി ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ നടത്തപ്പെടുക. അപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഈ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് റാങ്ക് ഡീറ്റെയിൽസാണ് കാണാൻ പറ്റുക. ഒന്ന് Z റാങ്ക് ലിസ്റ്റും, അതുപോലെ തന്നെ ആദ്യത്തേത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റുമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ട് റാങ്ക് ലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം റിസൾട്ട് ഓഫ് ദ മെഡിക്കൽ ബോർഡ് ഓഫ് ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് PD കോട്ട എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അവിടെയുള്ള ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു PDF പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അതായത് ഇത് ഏകദേശം 2 പേജുകൾ മാത്രമാണുള്ളത്. ഏകദേശം 33 വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് ആണുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു PWD കോട്ടയിൽ എലിജിബിൾ ആണോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര % ആണ് ഡിസബിലിറ്റി ഉള്ളത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ DP എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. DP എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ ഫാർമസി, അതുപോലെ DMLT, DHA, അതുപോലെ തന്നെ DNT, അതുപോലെ DDT, അതുപോലെ തന്നെ DREST എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ വിവിധ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് കാണാം. അതായത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഈ ഒരു PD കോട്ടയിൽ ഈ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ, അതായത് മെഡിക്കൽ ബോർഡിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര % ആണ് ഡിസബിലിറ്റി ഉള്ളത്, അതുപോലെ നിങ്ങൾ PD കോട്ടയിൽ എലിജിബിൾ ആണോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് ഓപ്ഷൻ വെക്കാൻ പറ്റുക എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ചില വിദ്യാർത്ഥികളുടെ ഏകദേശം ഒരു കോഴ്സൊക്കെ കാണാം, ചില വിദ്യാർത്ഥികളുടേത് ഒന്നിലധികം കോഴ്സുകളും കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഇവിടെ 60% ഒരു വിദ്യാർത്ഥിക്ക് ഇവിടെ ഡിസബിലിറ്റി കാണിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു വിദ്യാർത്ഥി ഈ ഒരു നോട്ട് സ്യൂട്ടബിൾ ഫോർ എനി കോഴ്സ്, അതായത് ആ ഒരു വിദ്യാർത്ഥി ഒരു കോഴ്സിലും ഈ ഒരു സ്യൂട്ടബിൾ അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യം ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതായത് ഏകദേശം 2 വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ നോട്ട് സ്യൂട്ടബിൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു PD കോട്ടയിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ഓപ്ഷൻ വെക്കാനായിട്ട്, അതായത് ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടില്ല എന്നാണ്. എന്നാൽ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് PD കോട്ടയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ ആ ഒരു ഡീറ്റെയിൽസ് കാണാം. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ, അതായത് ഇവിടെ ആബ്സെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ആബ്സെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു PD കോട്ടയിൽ റിസർവേഷൻ സീറ്റുകളിലേക്കാണ്, അതായത് PD കോട്ടയ്ക്കും ഒരു റിസർവേഷൻ ഉണ്ട്. ആ ഒരു സീറ്റിലേക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ നിങ്ങൾ ഈ ഒരു മെഡിക്കൽ ബോർഡിൽ പങ്കെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു മെഡിക്കൽ ബോർഡിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് സാധാരണ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റ് വഴിയാണ് അലോട്ട്മെൻറ്റുകളിലേക്ക് വിദ്യാർത്ഥികൾ പരിഗണിക്കുക. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് SM റാങ്ക് ലിസ്റ്റ് മാത്രമാണ് ഉണ്ടായിരിക്കുക.
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സ് പഠിക്കാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങളുടെ മെഡിക്കൽ ബോർഡിൽ ഈ ഒരു PD കോട്ടയിൽ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഫുൾ ഫോം അറിയാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു LBSൻ്റെ ഡിപ്ലോമ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെയും ചുരുക്കപ്പേരും അതുപോലെ തന്നെ അതായത് ഈ ഒരു അബ്രീവിയേഷൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഒരു ഫുൾ ഫോമും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കോഴ്സ് ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ പ്രോസ്പെക്ടസിലും കൃത്യമായിട്ട് ഓരോ കോഴ്സിൻ്റെയും പേര് ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൂടി നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു PD കോട്ടയിലെ മെഡിക്കൽ ബോർഡിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഈ ഒരു PD കോട്ടയിൽ അർഹതയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു ലിസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.